Hi all, welcome to the third session of Orientation Program 9.0. അപ്പോൾ നമ്മൾ 2 സെഷൻസ് കഴിഞ്ഞു. ഫസ്റ്റ് സെഷൻ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. ഐസ് ബ്രേക്കിംഗ് സെഷനിൽ നിങ്ങൾ ഒരു ഫൺ സെഷൻ ആയിരുന്നു. കുറെ ഗെയിംസും നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടിട്ട് കുറച്ചും കൂടി ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മളുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സെഷന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഇഗ്നോനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ തേർഡ് സെഷൻ ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0യുടെ തേർഡ് സെഷൻ ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0 സക്സസ്ഫുള്ളി 2 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ തേർഡ് സെഷനും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ തന്നെ ആവശ്യമാണ്. So welcome to the third session of Orientation Program 9.0. ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഐഷ മാം ഇംഗ്ലീഷ് മെന്റർ, മുബീന മാം ആൻഡ് ദുർഗ മാം കൊമേഴ്സ് മെന്റേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെയാണ് ഇന്ന് ഇവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരെയും ആദ്യം തന്നെ ഈ ഒരു സെഷനിലേക്ക് വോം വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷന്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മളിവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുവേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ സെഷൻ കുറച്ചും കൂടിയും ഇൻഫോർമൽ ആയിരുന്നു, കുറച്ചും കൂടിയും ഫൺ ആയിരുന്നു, കുറച്ചും കൂടിയും ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ തന്നെ നമുക്ക് പരസ്പരം പരിചയപ്പെടാനും നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഫസ്റ്റ് സെഷൻ. സെക്കൻഡ് സെഷൻ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇഗ്നോ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന ഒരു സെഷൻ ആയിരുന്നു. ഇന്നത്തെ സെഷന്റെ എയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന BA ഇംഗ്ലീഷ് ഓണേഴ്സ് അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് 4-year പ്രോഗ്രാം, ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ 2 സെഷന്റെയും, അതായത് ഇപ്പൊ കഴിഞ്ഞ സെഷൻ 1ന്റെയും സെഷൻ 2ന്റെയും ആക്ഷൻ ടാസ്ക് ഒക്കെ എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇന്നത്തെ സെഷന്റെയും കൂടെ ആക്ഷൻ ടാസ്ക് എല്ലാവരും തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ഡിലേ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നേരിട്ട് നമ്മളുടെ സെഷനിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ സിലബസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആയിഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഐ വെൽക്കം ആയിഷ മാം. ഓവർ ടു യു മാം. താങ്ക് യു സോ മച്ച് ജയ്ഷ മാം. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പൊ ജയ്ഷ മാം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ ഓറിയന്റേഷൻ സെഷന്റെ തേർഡ് സെഷൻ ആയിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് ആൻഡ് ടൈം ടേബിൾ ലോഞ്ചിങ് സെഷനിലാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. സോ വിത്തൗട്ട് ഫർദർ അഡു വിൽ സ്റ്റാർട്ട് വിത്ത് ദ സെഷൻ. സോ അപ്പൊ നമ്മൾ ഇവിടെ സിലബസ് ഡീകോഡിംഗ് ആണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് ആണ്. നമ്മൾ BA ഇംഗ്ലീഷ് ഓണേഴ്സിന്റെയും അതുപോലെ BA ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡിന്റെയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ BA ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ ഫസ്റ്റ് ഇയർ കോഴ്സസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കോഴ്സുകൾ ഫുള്ളി അവൈലബിൾ ആണ്, ബാക്കി കോഴ്സുകൾ മെറ്റീരിയൽസ് ഓൺലി എന്നാണ്. ഇപ്പൊ ഫുള്ളി അവൈലബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു സബ്ജക്റ്റിന്റെ വീഡിയോ ക്ലാസ്സുകൾ, SLM മെറ്റീരിയൽസ്, വാല്യൂ ആഡഡ് നോട്ട്സ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ ഒരു സബ്ജക്റ്റിന് ആവശ്യമുള്ള എല്ലാ രീതിയിലുമുള്ള ഫുൾ സപ്പോർട്ടും ഫുൾ മെറ്റീരിയലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് മെറ്റീരിയൽസ് ഓൺലി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ സബ്ജക്ട്സിന്റെ വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല, ബാക്കി എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വി ഹാവ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, Indian writing in English, British poetry and drama 14th to 17th centuries, environmental studies, English communication skills, disaster management, Indian society, images and realities. അപ്പൊ ഈ പേപ്പേഴ്സ് ഒക്കെയാണ് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മെറ്റീരിയൽസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വി ഹാവ് അപ്ലൈഡ് എത്തിക്സ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ഫിലോസഫി ഓഫ് റിലീജിയൻ, Understanding B.R. Ambedkar, Water Harvesting, Conservation and Utilization, General Psychology and Youth, Gender and Identity. ഈ പേപ്പേഴ്സ് ആണ് മെറ്റീരിയൽസ് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇതിൽ വരുന്ന 2 പേപ്പേഴ്സ് ഒഴികെ ബാക്കി എല്ലാ പേപ്പേഴ്സിനും ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്നത് 6 ആണ്. പക്ഷെ എൻവയറൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈ 2 പേപ്പേഴ്സിനും ക്രെഡിറ്റ് പോയിന്റ്സ് 4 ആണ് വരുന്നത്.
ഇനി നമ്മൾ BA ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ സെക്കൻഡ് ഇയർ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത എല്ലാ പേപ്പേഴ്സും ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ആൻഡ് ഇതിന്റെയും മോസ്റ്റ് ക്രെഡിറ്റ് പോയിന്റ്സ് 6 ആണ്. ചില സബ്ജക്ട്സിന്റെ 4 ആണ്. നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ വി ഹാവ് അമേരിക്കൻ ലിറ്ററേച്ചർ, പോപ്പുലർ ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th century, British romantic literature, British literature 19th century, computer application in business, emotional intelligence, e-governance, psychology for health and well-being, academic writing and composition, sustainable development, school psychology, managing stress, logistics management, and writing and study skills. ഇതൊക്കെയാണ് നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ്. ഇനി നമ്മൾ BA ഇംഗ്ലീഷ് തേർഡ് ഇയറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എല്ലാ പേപ്പേഴ്സും ഫുള്ളി അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ്. അതുപോലെ ഇതിന്റെ ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്നത് 6 ആണ്. സോ ആ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വി ഹാവ് വിമൻസ് റൈറ്റിംഗ്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ early 20th century, modern European drama, post-colonial literatures, understanding prose, understanding poetry, understanding drama, and understanding the novel. ഇതൊക്കെയാണ് തേർഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ്. ഇനി നമ്മൾ BA ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഇയർ കോഴ്സ് ആണ് ഇന്റഗ്രേറ്റഡ് വരുമ്പോൾ. സോ അതാണ് നമുക്ക് BA FEG FYUP എന്ന് പറഞ്ഞാൽ 4 ഇയർ UG പ്രോഗ്രാം എന്നാണ്. സോ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളി അവൈലബിൾ മെറ്റീരിയൽസ് തന്നെയാണ് ഈ ഒരു കോഴ്സസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നമുക്ക് സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, എൻവയൺമെന്റൽ സ്റ്റഡീസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, value education, personal selling and salesmanship, entrepreneurship, Indian society images and realities, disaster management, computer application in business, logistics management, emotional intelligence, writing and study skills. ഇനി നമ്മൾ BA ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ഇയറിൽ മെറ്റീരിയൽസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നാണ്. സോ വി ഹാവ് ഡേറ്റ അനാലിസിസ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹിസ്റ്ററി ഓഫ് എൻവയൺമെന്റ്, ജനറൽ സൈക്കോളജി, അപ്ലൈഡ് എത്തിക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ട്രാൻസ്ലേഷൻ, ലൈഫ് സ്കിൽസ്, developing emotional competence, laboratory management skills, and tourism anthropology. ഇതൊക്കെയാണ് മെറ്റീരിയൽസ് ഓൺലി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ BA FEG അതായത് ഇന്റഗ്രേറ്റഡിന്റെ സെക്കൻഡ് ഇയർ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് 4 കോർ പേപ്പേഴ്സ് ആണ്. കോർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പേപ്പേഴ്സ് ആണ് 4 എണ്ണം വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ ഒരു പേപ്പർ എന്ന് വെച്ചാൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്, നമ്മുടെ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള കോഴ്സ് ആണ്. പിന്നെ വരുന്നത് BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. ഓക്കെ, ഇത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ റൈറ്റിംഗ് സ്കിൽസും സ്റ്റഡി സ്കിൽസും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ആണ്. ആൻഡ് പിന്നെ നമുക്ക് 2 മൈനർ പേപ്പേഴ്സ് വരുന്നുണ്ട്, അത് സോഷ്യോളജിയും സൈക്കോളജിയും ആണ്. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഓരോ സബ്ജക്ട്സിന്റെ ഓരോ ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓരോ സബ്ജക്റ്റിനും ഓരോ ബ്ലോക്കിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്, ആ ഓരോ യൂണിറ്റ്സും ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. സോ ഇതിന്റെ ബ്ലോക്ക് 1 വി ഹാവ് 4 യൂണിറ്റ്സ്. അത് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് ബ്ലോക്ക് ഇസ് കാളിദാസാസ് അഭിജ്ഞാന ശാകുന്തള. ഇതിൽ യൂണിറ്റ് 1 വി ഡിസ്കസ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. പിന്നെ വി ഡിസ്കസ് കാളിദാസ് ആൻഡ് ഓവർവ്യൂ, അഭിജ്ഞാന ശാകുന്തള ടെക്സ്റ്റുവൽ അനാലിസിസ്, അഭിജ്ഞാന ശാകുന്തള ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ്. ഇനി നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ വി ഹാവ് മഹാഭാരത ബൈ വ്യാസ. അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ മഹാഭാരത ആൻഡ് ഓവർവ്യൂ, ദ ഡൈസിംഗ് ഫ്രം ദ ബുക്ക് ഓഫ് ദ അസംബ്ലി ഹാൾ, ദ സീക്വൽ ടു ദ ഡൈസിംഗ് റീഡിംഗ്, ദ ടെംപ്ടേഷൻ ഓഫ് കർണ ഫ്രം ദ ഉദ്യോഗ് പർവ. ഇനി നമ്മൾ തേർഡ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ വി ഹാവ് മൃച്ഛ കത്തിക ബൈ സുദ്രക. സോ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് സുദ്രക ആൻഡ് ഹിസ് പ്ലേ മൃച്ഛ കത്തിക ആൻഡ് ഇൻട്രൊഡക്ഷൻ, ദെൻ മൃച്ഛ കത്തിക പ്ലോട്ട് സ്ട്രക്ചർ ആൻഡ് അനാലിസിസ്, thematic concerns in Sutraka's Mricha Katika, and then we have Mricha Katika facets of characterization.
ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ വി ഹാവ് സിലപ്പതികാരൻ ആൻഡ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് സംഘം ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ, സിലപ്പതികാരം ടെക്സ്റ്റൽ അനാലിസിസ്, the divine, the human and the immortalized characters in Silappatikaram, and unit 4 Agam and Puram poetry in Silappatikaram. ഇനി നമ്മൾ അടുത്ത പേപ്പർ ആയിട്ടുള്ള BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹോമർ ദ ഇലിയാഡ്, അപ്രോച്ചിങ് ദ ഇലിയാഡ് ദ എപ്പിക് ആൻഡ് ദ ഹോമറിക് ട്രഡിഷൻ, ദ ഹോമറിക് ഹീറോ, war in the Homeric age, honor versus horror, towards a political ethics, moral philosophy or cultural norms. Second block നോക്കുകയാണെങ്കിൽ we have Oedipus Rex by Sophocles. So ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് Greek theatre major playwrights, Oedipus Rex summary and analysis, Oedipus Rex and Aristotle's three unities, Oedipus Rex a classical and a modern tragedy. And block 3 വരുമ്പോൾ we have Pot of Gold by Plautus, Roman comedy, Pot of Gold part 1, Pot of Gold part 2 and Pot of Gold critical perspectives. Block 4 നോക്കുകയാണെങ്കിൽ we have Horace and Ovid. So ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് Roman literature and introduction, Horace life and works, Horace textual analysis of satire 1:4, Ovid life literature works and Bacchus book 3, and Pyramus and Thisbe book 4 and Philomela book 6. And ഇനി നമ്മൾ അടുത്ത പേപ്പർ നോക്കുകയാണെങ്കിൽ we have BEGC 103 Indian writing in English. ഇതിലെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് A Tiger for Malgudi ആണ്. So ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് The Indian English novel, A Tiger for Malgudi detailed summary, A Tiger for Malgudi analysis, A Tiger for Malgudi style and characterization. Second block നോക്കുകയാണെങ്കിൽ we have The Binding Wine and we discuss introduction to the novel, The Binding Wine summary and analysis, The Binding Wine themes, The Binding Wine's characterization. And block 3, we have poetry. So we have Sarojini Naidu, Nissim Ezekiel, A.K. Ramanujan, and Kamala Das. And in block 4, we have short story. So here we discuss introduction to the short story, The Lost Child by Mulkraj Anand, The Other Woman by Deena Mehta, Swimming Lessons by Rohinton Mistry. And now we move on to the next subject, that is BEGC 104, British poetry and drama, 14th to 17th century. Okay. So first block we will discuss Chaucer and Spenser. So we discuss Chaucer, life and works, The Wife of Bath's prologue, Spenser, life and works, Amorati sonnets, and the numbers. Okay. So then we move on to block 2, Shakespeare and Donne. So here we discuss Shakespeare, life and works, Shakespeare sonnet 1855-65, John Donne, life and works, Donne, The Sun Rising and Death Be Not Proud. And in block 3 we will discuss Dr. Faustus by Marlowe. So here we discuss Marlowe, life and works, textual analysis, themes, critical perspectives or retellings. And in block 4, we discuss the very famous work, Macbeth by William Shakespeare. So here we discuss Macbeth and introduction, Macbeth part 1 and part 2, and Macbeth critical responses. പിന്നെ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ we have BE-VAE 181 environmental studies. Okay. So ഇതിൽ block 1 വരുന്നത് block 1 and block 1 to block 4 ആണ് നമുക്ക് വരുന്നത്. And ഇനി ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, an introduction to environment and environmental studies, and ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് our environment, ecosystems, major ecosystems. And in block 2 we discuss natural resources, and we discuss land and water resources, forest resources, biodiversity, values and services, energy resources. And in block 3 we discuss environmental issues and concerns, and it includes biodiversity, threats and conservation, environmental pollution and hazards, waste management, global environmental issues. And in block 4, we discuss protecting our environment, policies and practices, and it includes environmental legislation, human communities and environment, and environmental ethics. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ we have BEDSV 101 value education. Okay. So ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 5 blocks ആണ് വരുന്നത്. And in block 1 we have conceptual framework. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് social malaise and the need for value education,
concept of morality and moral education, dimensions of morality, pillars of democracy, living in peace and harmony. And in block 2, we discuss changing culture and human values. And അതിൽ include ചെയ്യുന്നതാണ് Indian culture and human values, values enshrined in Indian philosophy, cultural pluralism in Indian society, values for sustainable development. And in block 3, we discuss theoretical foundations. And ഇതിൽ include ചെയ്യുന്നത് theories of goodness, theories of conduct, reason and emotions in human conduct, and character and personality. In block 4 നോക്കുകയാണെങ്കിൽ we have social dynamics and value development, and we discuss process of socialization, social interaction and human values, conflict and resolution, process of human adjustment. In block 5, we have social linkages, and it includes value development through social institutions, family and neighborhood, school and peer, role of parents, influence of media on value development. ഇനി ഈ ഒരു സെഷൻ മുതൽ നമുക്ക് ജേഷ മാം ആണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. സോ ഐ വെൽക്കം ജേഷ മാം. താങ്ക് യു. സോ നമ്മള് സിലബസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അസൈൻമെന്റ്സ്. നമുക്കറിയാം നമ്മളുടെ ഇഗ്നോയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓരോ കോഴ്സിനും നമ്മൾ അസൈൻമെന്റ് എഴുതിയേ പറ്റൂ. അതായത് ഇപ്പൊ നമ്മൾ 8 പേപ്പേഴ്സ് ആണ് ഈ ഒരു ഇയറിൽ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 8 പേപ്പേഴ്സിനും നമ്മൾ അസൈൻമെന്റ് എഴുതി അത് കറക്റ്റ് ഒരു ഡേറ്റിന് മുന്നേ തന്നെ, ഇഗ്നോ പറയുന്ന ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. ഇപ്പൊ നമ്മൾ ജനുവരി ബാച്ചിന്റെ ലേണേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബറിലായിരിക്കും. ഒക്ടോബറിലോ സെപ്റ്റംബറിലോ നമ്മളുടെ സ്റ്റഡി സെന്റർ പറയുന്ന ഡേറ്റിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ അസൈൻമെന്റ് സാധാരണയായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റിലാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. റീസെന്റ് ആയിട്ടുള്ള വർഷത്തെ അസൈൻമെന്റ് വേണം നിങ്ങൾ എഴുതാനായിട്ട്, ചൂസ് ചെയ്യാനായിട്ട്. സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആയിരിക്കണം. ഇഗ്നോ പ്രിഫർ ചെയ്യുന്നത് ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ അസൈൻമെന്റിലും എക്സാമിലും നിങ്ങൾ 35% മാർക്ക് നിർബന്ധമായിട്ടും വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. അസൈൻമെന്റിലും 35% വേണം. അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിലും നമുക്ക് 35% ആണ് നമ്മളുടെ മിനിമം പാസ് മാർക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഏതൊക്കെ പേപ്പറിന്റെ അസൈൻമെന്റ് ആണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് അതിന്റെ എക്സാം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അതുപോലെ തന്നെ കൃത്യസമയത്തിന് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അതിനൊരു കോപ്പി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു PDF ആയിട്ടോ എന്തെങ്കിലും നമ്മൾ അത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസൈൻമെന്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഗ്നോ പറയുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള റൂൾസ് നമ്മളെല്ലാം ലേണേഴ്സിന് ഷെയർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ആപ്പിൽ അസൈൻമെന്റ് ഗൈഡ് ബുക്കും അവൈലബിൾ ആണ്. നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മളുടെ സ്റ്റഡി സെന്റർ നോട് ചോദിച്ച് കൃത്യമായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഗ്നോ ജനറൽ റൂൾസ് നമ്മൾ പറയുമെങ്കിലും ഓരോ സ്റ്റഡി സെന്ററിനും അവരുടേതായിട്ടുള്ള പ്രത്യേകം റൂൾസ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റഡി സെന്റർ ഇപ്പോൾ നമ്മളോട് പറയും A4 ഷീറ്റിന്റെ 2 സൈഡും എഴുതിക്കൊള്ളാനായിട്ട് പറയും. എന്നാൽ വേറൊരു സ്റ്റഡി സെന്റർ ചിലപ്പോൾ A4 ഷീറ്റിന്റെ 1 സൈഡ് മാത്രമേ എഴുതാൻ സമ്മതിക്കുള്ളൂ. അപ്പൊ ഒരാളുടെ സ്റ്റഡി സെന്റർ പറഞ്ഞ കാര്യം തന്നെ വേറൊരാൾക്ക് ബാധകമാവില്ല. നമ്മളുടെ സ്റ്റഡി സെന്റർ ഏതാണോ അവരുടെ റൂൾസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതാണ് അസൈൻമെന്റിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ടേം ആൻഡ് എക്സാമിലേക്ക് വരുമ്പോൾ, ടേം ആൻഡ് എക്സാം 2 തവണയായിട്ടാണ് ഇഗ്നോ നടത്തുക. ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും. നമ്മൾ ജനുവരി ബാച്ച് ആണെങ്കിൽ നമുക്ക് ഡിസംബറിലായിരിക്കും ടേം ആൻഡ് എക്സാം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 35% മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. അതാണ് മിനിമം പാസ് മാർക്ക്. അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാം ഒരു ആപ്ലിക്കേഷൻ ഫോം, ഒരു രജിസ്ട്രേഷൻ ഫോം, അതായത് എക്സാം രജിസ്ട്രേഷൻ ഫോം ഇഗ്നോന്റെ വെബ്സൈറ്റിൽ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ, എപ്പോഴാണോ റിലീസ് ചെയ്തത് അപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് ആ എക്സാം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന ഈ 8 പേപ്പേഴ്സിനും നമ്മൾ ഫീ അടച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ രജിസ്റ്റർ ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്റ്റഡി സെന്റർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഏറ്റവും പെട്ടെന്ന് ലിങ്ക് ഓപ്പൺ ആവുമ്പോൾ തന്നെ നമ്മളോട് പോയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാര്യം. അതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സാം സെന്റർ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പോകണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം വൈകും തോറും അത് ഫില്ലാവും. സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ സ്റ്റഡി സെന്ററിൽ തന്നെ പോയിട്ട് എക്സാം എഴുതണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മളിപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ അവിടെയാണെങ്കിലും നമുക്ക് എക്സാം എഴുതാം. പക്ഷെ അത് നമ്മൾ മുന്നേ കൂട്ടി രജിസ്റ്റർ ചെയ്യണം എന്ന് മാത്രം. ഒരു പ്രൊവൈഡഡ് സമയം ഉണ്ടായിരിക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാം. അതിനുള്ളിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് കേരളത്തിലാണ്, നാളെ ചിലപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലോ വേറെ എവിടെയെങ്കിലും ആണ്, അല്ലെങ്കിൽ എക്സാം എഴുതേണ്ട സമയത്ത് നിങ്ങൾ അവിടെ ആയിരിക്കാം സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടുത്തെ സ്റ്റഡി സെന്റർ ചൂസ് അവിടുത്തെ എക്സാം സെന്റർ ചൂസ് ചെയ്യാം. സ്റ്റഡി സെന്ററിൽ തന്നെ എക്സാം എഴുതണം എന്ന് നമുക്ക് നിർബന്ധമില്ല. ഈ പറഞ്ഞ പോലെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 35% മാർക്കാണ്. അതുപോലെ നമ്മളുടെ ഫൈനൽ റിസൾട്ട്, തിയറി കോഴ്സിന്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വരിക. അതായത് നമുക്ക് അസൈൻമെന്റിൽ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്, TMA. അപ്പൊ ഈ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റിൽ നമുക്ക് അസൈൻമെന്റിൽ എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ 30%, അതുപോലെ തന്നെ ടേമിന്റെ എക്സാമിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ 70% കൂടിയിട്ടാണ് ആ ഒരു പരീക്ഷയിൽ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിലുള്ള 100 മാർക്ക് നമുക്ക് കണക്കാക്കുന്നത്. അതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടിലും, അസൈൻമെന്റിലും ടേമിന്റെ എക്സാമിലും സെപ്പറേറ്റ് നിങ്ങൾ 35% മാർക്ക് വാങ്ങി പാസ്സാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഫൈനൽ റിസൾട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറിന്റെ ആണെങ്കിൽ അതിന്റെ ഫൈനൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ അസൈൻമെന്റിന് നിങ്ങളുടെ മാർക്കിന്റെ 30%, ടേമിന്റെ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ 70% കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് 100-ല് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് നമ്മളുടെ ലേൺവൈസിന്റെ അക്കാദമിക് കലണ്ടർ. അക്കാദമിക് ടൈം ടേബിൾ. അതായത് നമ്മളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി പഠിത്തം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ BA 4 ഇയർ ഡിഗ്രി ആണെങ്കിലും 3 ഇയർ ഡിഗ്രി ആണെങ്കിലും സെപ്പറേറ്റ് ടൈം ടേബിൾ ഉണ്ട്. അപ്പൊ ആ ടൈം ടേബിൾ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് BA ഇംഗ്ലീഷിന്റെ ആണ്. അതായത് 3 ഇയർ കോഴ്സിന്റെ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ആദ്യമേ. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ഒരു ദിവസം 3rd ഫെബ്രുവരി ആണെങ്കിൽ ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും ആയിട്ടാണ് ഇവിടെ ലെസൺ ടൈം 10:30 AM, ലെസൺ ടൈം 7:30 PM എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ കാണേണ്ടത് 2 വീഡിയോ ലെസൺസ് ആണ്. ഇപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന സമയം 10:30, 7:30 എന്നാണെങ്കിലും നമ്മളുടെ സൗകര്യ പ്രകാരം നമുക്ക് ആ സമയത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ രാവിലെ വർക്കിന് പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം 2 വീഡിയോ ലെസണും കണ്ടാൽ മതി. ഇനി എല്ലാ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ടൈം ടേബിൾ സുഖമായിട്ട് ഫോളോ ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളുടെ ടോട്ടൽ പോർഷന്റെ, അതായത് ടോട്ടൽ പേപ്പേഴ്സിനെ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പകുതിയായിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ നമ്മൾ ജൂൺ വരെയുള്ള ടൈം ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത സെറ്റ് നമ്മൾ ജൂൺ കഴിഞ്ഞിട്ട് അടുത്തൊരു മാസത്തിൽ നമ്മളിത് തരും. ഇപ്പോ ഇതിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി ബാക്കി വരുന്ന ടൈം ടേബിൾ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഇന്ത്യൻ റൈറ്റിംഗ്, ഇങ്ങനെയുള്ള പേപ്പേഴ്സിന്റെ ഒക്കെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിവിഷൻ ടൈം, ലൈവ് സെഷൻസ്, അസൈൻമെന്റ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് നമുക്ക് ലൈവ് സെഷൻസ് വരാമെന്ന് നിങ്ങൾക്ക് ഓൺബോർഡിങ്ങിന്റെ ടൈമിൽ മെന്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ലൈവ് സെഷൻ വരിക. അപ്പോൾ ലൈവ് സെഷൻ വരുന്നത് ഈ ഈവനിങ് ടൈം തന്നെ ആയിരിക്കും. ലൈവ് സെഷൻ വരുന്നതിന് മുന്നേട്ട് ആ ബ്ലോക്ക് നിങ്ങൾ പഠിച്ചു തീർക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. രാവിലെ ഒരു വീഡിയോ, വൈകുന്നേരം ഒരു വീഡിയോ കാണാൻ പറ്റാത്തവര് എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ 2 വീഡിയോ ക്ലാസ് കണ്ടു തീർക്കാം.
ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. ലൈവ് സെഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ക്ലാസ് എടുത്ത് തരലല്ല, ആ ഒരു ടോട്ടൽ ബ്ലോക്കിന്റെ റിവിഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ലൈവ് റിവിഷൻ സെഷൻ. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന 2 ദിവസം നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവില്ല, ഒരു ദിവസമായിരിക്കും ലൈവ്. മറ്റു ദിവസം നിങ്ങളുടെ സെൽഫ് സ്റ്റഡിക്കുള്ള ദിവസമാണ്. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്കായിട്ട് സൺഡേ നമുക്ക് ടൈം ടേബിളിൽ ഒരു പോർഷനും തന്നിട്ടില്ല. അപ്പൊ സൺഡേ നിങ്ങൾക്ക് ടൈം ടേബിളിൽ സെൽഫ് സ്റ്റഡിക്ക് ആയിട്ട് എടുക്കാം. ടൈം ടേബിളിൽ പോർഷൻ ഒന്നുമില്ല. കംപ്ലീറ്റ് ആവാത്ത പെൻഡിങ് പോർഷൻസ് ഒക്കെ സൺഡേസ് ഇരുന്ന് തീർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ലൈവ് റിവിഷൻ 2-3 ദിവസമൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒരു ദിവസം ലൈവ് ഉണ്ടാവുള്ളൂ, മറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നും കൂടി പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നോക്കി നമ്മൾ ഒന്നും കൂടി അത് റിവൈസ് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇതാണ് BA ഇംഗ്ലീഷിന്റെ 3 ഇയർ പ്രോഗ്രാമിന്റെ ടൈം ടേബിൾ. ഇനി 4 ഇയർ പ്രോഗ്രാമിന്റെ ടൈം ടേബിളും കൂടിയുണ്ട്. അത് മാം ഒന്ന് ഷെയർ ചെയ്യും. 4 ഇയർ പ്രോഗ്രാമിന്റെ ഷെയർ ചെയ്യാം. ഇതാണ് 3 ഇയർ പ്രോഗ്രാമിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ദിവസം ചിലപ്പോൾ മുഴുവൻ പേപ്പേഴ്സിന്റെയും ടൈം ടേബിൾ ഇതിലില്ല. പകുതി പേപ്പേഴ്സിന്റെ ടൈം ടേബിൾ ഇപ്പൊ റിലീസ് ചെയ്യും, ബാക്കി പകുതി പേപ്പേഴ്സിന്റെ ടൈം ടേബിൾ നമുക്ക് ഇതിന് ശേഷമായിരിക്കും റിലീസ് ചെയ്യുക. അടുത്ത സെറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുക. അപ്പോഴേക്കും ഈ പേപ്പറിലെ ഈ പറഞ്ഞിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരമുള്ള എല്ലാ പേപ്പേഴ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു തീർക്കണം. ഇവിടെയുള്ള മോക്ക് എക്സാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്കുള്ള ടൈമാണ്. ഓക്കെ, എക്സാം അടുപ്പിച്ചിട്ടാണ് നമ്മൾ മോഡൽ എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഈ മോക്ക് എക്സാമിനും അതേപോലെ തന്നെ സെൽഫ് സ്റ്റഡിക്കും ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പെൻഡിങ് പോർഷൻസ് തീർക്കുക. അതേപോലെ തന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ്സും എഴുതി തീർക്കുക. നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾ അതിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ടാവും, ഓർമ്മിപ്പിക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും അസൈൻമെന്റ് ഓൺ ടൈമിൽ തീർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ്സ് എഴുതാനുള്ള ടൈമും നമ്മളുടെ ഈ ടൈം ടേബിളിൽ കാണാം. ഞാൻ പറഞ്ഞ പോലെ 8 പേപ്പറിന്റെയും ടൈം ടേബിൾ അല്ല ഇത്, പകുതി പേപ്പേഴ്സിന്റെ ടൈം ടേബിൾ ആണിത്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയും അതേപോലെ തന്നെ പെൻഡിങ് പോർഷൻസ് കംപ്ലീഷനും അസൈൻമെന്റ് ഒക്കെ ഇതിന്റെ കഴിയുമ്പോൾ അടുത്ത സെറ്റ് ടൈം ടേബിളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്തും അതിന്റെ ലൈവ് റിവിഷൻ ഉണ്ടായിരിക്കും. ലൈവ് റിവിഷൻ ടൈമിൽ എന്ത് ചെയ്യണം, 2 ദിവസം എന്നൊക്കെ നമ്മളുടെ ഈ ഒരു ടൈം ടേബിളിൽ കാണിക്കും. അതിലൊരു ദിവസം നമ്മളുടെ ഫാക്കൽറ്റി തരുന്ന ലൈവ് റിവിഷൻ സെഷൻ ഉണ്ടായിരിക്കും. മറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് സ്റ്റഡിക്കായിട്ട് മാറ്റിവെക്കാം. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്തിട്ട് സെൽഫ് സ്റ്റഡിക്കായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അക്കാഡമിക് കലണ്ടർ റോൾ ഔട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കുറച്ച് മോഡേൺ, നമുക്ക് ഇവിടെ നമ്മളുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മളുടെ ആപ്പിലുണ്ട്. അത് ഇപ്പോഴേ നമ്മൾ കണ്ടു തുടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് വീഡിയോ സെഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളുടെ ആപ്പിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം, ഓരോ പേപ്പർ കഴിയുമ്പോഴും 2 PDF ആയിട്ട് നമുക്ക് കാണാം. ഓരോ വീഡിയോ ക്ലാസ്സിന്റെയും താഴെ 2 PDF ഉണ്ടാവും. ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഇഗ്നോന്റെ SLM ആണ്, അതായത് ഇഗ്നോന്റെ ടെക്സ്റ്റിന് നിങ്ങൾക്ക് പോസ്റ്റലായിട്ടൊക്കെ വരാൻ വേണ്ടി പോകുന്ന ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഈ PDF ആയിട്ട് കിടക്കുന്ന SLM. രണ്ടാമത് നമ്മളുടെ ലേൺ വൈസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് നോട്ട്സ് ആണ്, വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ VAN എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഓരോ വീഡിയോ ലെസന്റെ താഴെയും ഇങ്ങനെ 2 PDFകൾ കാണാം. അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. പിന്നെയുള്ള അടുത്തൊരു പ്രത്യേകതയാണ് എക്സാം പീഡിയ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. അതും നമുക്ക് നമ്മുടെ ആപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എക്സാം പീഡിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു കളക്ഷൻ ആണ്. അതേപോലെ എക്സാം സ്പെഷ്യൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഹിന്റും പോയിന്റ്സ് ഒക്കെ ഉള്ളതാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇഗ്നോ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അസൈൻമെന്റ്സും. അപ്പോൾ അസൈൻമെന്റ് ഗൈഡ് ബുക്കും നമ്മൾ നമ്മളുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കൂടുതൽ ടൂൾസും സപ്പോർട്ട്സുമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസ് PG, നമ്മുടെ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് അത് ലേൺ വൈസ് PG യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് കാണാൻ പറ്റും. എല്ലാ പേപ്പേഴ്സിന്റെയും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള
ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, ഇനി വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നിങ്ങനെ വളരെ രസകരമായ രീതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പഠിത്തത്തെ കുറച്ചും കൂടിയും സ്ട്രാറ്റജിക് ആയിട്ടും ഫോക്കസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ടൂൾസും സപ്പോർട്ട്സും നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി പോകുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമല്ലോ. അപ്പൊ പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ആപ്പിലും ഞാൻ പറഞ്ഞ പോലെ എക്സാം പീഡിയ ഉണ്ട്, എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ഇഗ്നോ മോഡൽ എക്സാംസ്, ഇഗ്നോ എക്സാംസ് നിങ്ങൾ എക്സാം സെന്ററിൽ പോയി എഴുതുന്ന അതേ ഒരു പ്രതീതിയോട് കൂടിയിട്ട് ഓൺലൈനായിട്ട് നമ്മൾ ഇഗ്നോ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ എക്സാംസിനോട് അടുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് ഇഗ്നോ മോഡൽ എക്സാംസ് ലേൺ വൈസ് കണ്ടക്ട് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ലേൺ വൈസിലെ മറ്റൊരു ഫീച്ചറാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്. നിങ്ങളുടെ രജിസ്ട്രേഷൻ ആയിട്ടും മറ്റു കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്. പിന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് EEP, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺബോർഡിംഗ് സെഷൻസിൽ മെന്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. വിത്തൗട്ട് എനി എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മളുടെ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്കറിയാലോ ഇന്നത്തെ ലോകത്തെ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇംഗ്ലീഷിനെ ഇംപ്രൂവ് ചെയ്യാൻ ഫ്രം ദ ബേസ്, താഴെ മുതൽ വേർബ്, നൗൺ, പ്രൊനൗൺ മുതൽ പബ്ലിക് സ്പീക്കിംഗ് വരെ നിങ്ങളതിനെ എത്തിക്കാൻ മോർ ദാൻ 100 ഡേയ്സിന്റെ പ്ലാൻ ആണ് EEP. മോർ ദാൻ 100 ഡേയ്സിന്റെ ഓരോ ടാസ്ക് നിങ്ങൾക്ക് തന്നുകൊണ്ട് ലൈവ് സെഷൻസ്, വീക്ക്ലി വൺസ് ഒരു ലൈവ് സെഷൻ ഉണ്ടായിരിക്കും, ഡെയിലി നിങ്ങൾക്ക് ടാസ്ക് ഉണ്ടായിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബെറ്റർ ആവാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ അതിനെ ബെറ്റർ ആക്കാൻ കൂടി, നിങ്ങളെ നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കാൻ വേണ്ടിയിട്ട് ബോത്ത് ഇൻ പ്രൊഫഷൻ ആസ് വെൽ ആസ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലും നിങ്ങളൊരു ബെറ്റർ ഇൻഡിവിജ്വൽ ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ് കോ കരിക്കുലർ ഇവന്റ്സ്. നമ്മൾ പഠിത്തത്തിന് മാത്രമല്ല, പഠിത്തത്തിന്റെ കൂടെ തന്നെ മറ്റ് പല പ്രോഗ്രാംസും നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. വിർച്വലി ആണെങ്കിൽ കൂടി വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കോ കരിക്കുലർ ഇവന്റ്സ് ഉണ്ട്, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, ന്യൂ ഇയർ പ്രോഗ്രാംസ്, പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഡേ, പിന്നെ നമ്മൾ ഒരുപാട് ഡേയ്സ് ഇതുപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേയ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങളും ഇതുപോലെ പങ്കെടുക്കുക. പഠിത്തത്തെ നമ്മൾ വെറും ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ ടോട്ടൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മളുടെ കഴിവുകളെയൊക്കെ ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും എൻറിച്ച് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇനി പോകെ ഓരോ സെഷൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ, അതുപോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ നമുക്ക് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഓൺബോർഡിംഗ് സെഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്. അപ്പൊ മെന്റൽ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു സർവീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മെന്ററിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-to-1 പേഴ്സണൽ സെഷൻ ആണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ടൂൾസും സപ്പോർട്ടും ഒക്കെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഫോക്കസ്ഡ് ആവുക, പഠിക്കുക, ഇതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്കുള്ള ഈ ഒരു, നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന ഈ ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ നിങ്ങളുടെ ഈ ജേർണി അവസാനിക്കുന്നത് വരെയും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് സെഷൻ 4 ആണ്. സെഷൻ 4 എന്ന് പറയുന്നത് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ്. അതായത് ലേൺ വൈസിന്റെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ആണ് ഇനി നിങ്ങൾക്ക് അടുത്ത സെഷനിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷനിൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ടൈം ടേബിൾ നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരുമല്ലോ? തരും. ടൈം ടേബിൾ നിങ്ങൾക്ക് മെന്റർ പേഴ്സണലി നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ടൈം ടേബിളിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി?
മാം, നമുക്ക് എങ്ങനെ നമ്മുടെ സ്റ്റഡി സെന്റർ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് രജിസ്ട്രേഷന്റെ ടൈമിൽ, അതായത് ഇഗ്നോ രജിസ്ട്രേഷൻ ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങളുടെ AC ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് സെന്റേഴ്സ് ഉണ്ടാവും. നമ്മളുടെ അടുത്തുള്ള സ്റ്റഡി സെന്റർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റഡി സെന്റർ തന്നെ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോളേജോ അല്ലെങ്കിൽ സ്കൂളോ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളുടെ സ്റ്റഡി സെന്ററും അവിടെ നമുക്ക് പോവാം. നമ്മളവിടുത്തെ ആണ്, നമുക്ക് അവിടെ പോവാം. അവിടെ പോയിട്ട് അവരുടെ ലൈബ്രറി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അസൈൻമെന്റ് എഴുതുമ്പോൾ തന്നെ അസൈൻമെന്റിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മളുടെ സ്റ്റഡി സെന്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു സ്റ്റഡി സെന്റർ ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കാം. ABC ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ABC ID, DEB ID മാത്രമേ നമുക്ക് ഇഗ്നോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ABC ID യും DEB ID യും ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലേൺ വൈസിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഇഗ്നോയിലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഉറപ്പ് വരുത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മറന്നു പോകരുത്. നമ്മൾ ലേൺ വൈസിലാണ് രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കരുത്. ഇഗ്നോയിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇഗ്നോ ആണ് നമ്മളുടെ അൾട്ടിമേറ്റ്. ഇഗ്നോ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ കേട്ടോ. PDF നോട്ട്സ് SLM ഉം BAN ഉം നമുക്ക് നമ്മളുടെ ലേൺ വൈസിന്റെ ആപ്പിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാ പേപ്പറിന്റെയും, നിങ്ങൾ പഠിക്കുന്ന എല്ലാ പേപ്പറിന്റെയും SLM നമുക്ക് നമ്മളുടെ ഇഗ്നോന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളുടെ ആപ്പിൽ നിന്ന് SLM ഉം BAN ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ഇഗ്നോന്റെ സൈറ്റിൽ നിന്നും SLM നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ SLM ആണ് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്നുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം സെന്ററും സ്റ്റഡി സെന്ററും സെയിം ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ സ്റ്റഡി സെന്ററിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പോയി എക്സാം എഴുതാം. നമ്മൾ എവിടെയാണോ എക്സാം രജിസ്റ്റർ ചെയ്തത് ആ എക്സാം സെന്ററിൽ നമുക്ക് പോയിട്ട് എക്സാം എഴുതാം. അത് സ്റ്റഡി സെന്റർ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ നമ്മളുടെ പ്രൊവൈഡഡ് ആ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ അവിടെ കുറച്ച് സെറ്റ് ഓഫ് കോളേജസ് കൊടുക്കും. അപ്പൊ അവിടെ നമുക്ക് പോകാൻ എത്തിപ്പെടാൻ പരീക്ഷയാണ്. അപ്പൊ നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. പരീക്ഷയാണ്, കൃത്യസമയത്ത് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം നോക്കി ആദ്യമേ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഓപ്പൺ ആയ ആ നിമിഷം തന്നെ നിങ്ങൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. എത്ര ടൈം വൈകുന്നോ അത്രയും നമ്മളുടെ സീറ്റ് കുറയും. അപ്പൊ അവിടെ ഇപ്പൊ ഇത്ര സീറ്റേ ഉള്ളൂ. അപ്പൊ സീറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സാമേ എഴുതാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മാം, ഈ മെന്റർ ഇല്ലാത്ത ആളുകൾക്കും ടൈം ടേബിൾ സെൻഡ് ചെയ്ത് തരുമോ വാട്സപ്പിലൂടെ? അത് നമ്മളുടെ SSC ആരാന്ന് വെച്ചാൽ അവരോടൊന്ന് ചോദിക്കേണ്ടി വരുവേ. മാം, ഇത് ഒരു സിലബസിന്റെ സൈഡിൽ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 6-4 എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നല്ലോ, അത് എന്തോ ആണ് അത്? അത് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓരോ പേപ്പറിനും കുറച്ച് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നതാണ്. കുറച്ച് പോയിന്റ്സ് ആയിട്ട് അവർ കൊടുക്കുന്നതാണ്. എത്ര ടൈമാണ് അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞല്ലോ. ആ. അപ്പൊ ഡിസംബറിലല്ലേ എക്സാം വരുന്നത്? അതെ. അപ്പൊ ഈ അസൈൻമെന്റ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ തീർക്കണം? അപ്പോ ഡിസംബറിൽ എക്സാമും ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു? സെപ്റ്റംബറിനാണ് നമ്മളുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഇഗ്നോയുടെ സൈറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ആവുന്ന സമയത്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനനുസരിച്ച് നമുക്ക് അസൈൻമെന്റ്സ് എഴുതി തുടങ്ങാം. ഇപ്പൊ നമ്മൾ ലേൺ വൈസിലെ ലേണർ ആണെങ്കിൽ മാം കേൾക്കുന്നില്ല. പേപ്പറും അതേപോലെ തന്നെ കേട്ടില്ല, വോയിസ് കട്ടായി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ ഇഗ്നോന്റെ സൈറ്റിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആപ്പിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ആൻസർ ഗൈഡും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മെന്റേഴ്സ് പറയും എഴുതി തുടങ്ങിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് നമുക്കത് എഴുതി തുടങ്ങാം. സെപ്റ്റംബറിലാണ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്, സെപ്റ്റംബറിലാണ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ കൂടുതലായിട്ടും നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് അത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഉറപ്പൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ഈ കണ്ടു വരുന്ന ഇത്രയും നാളായിട്ടും നമുക്ക്
എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അവര്. സെപ്റ്റംബർ എന്നുള്ളത് നവംബറിലേക്കൊക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഉറപ്പിച്ചിരിക്കരുത്. നമ്മൾ നമ്മളുടെ സ്റ്റഡി സെന്ററിൽ പോവുക, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ റൂൾസ് എന്നൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴാണോ നമ്മളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇഗ്നോ റിലീസ് ചെയ്തത് അപ്പൊ മുതൽ നമുക്ക് അത് എഴുതി തുടങ്ങാം. പിന്നെ എഴുതി തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് എന്താന്നൊക്കെ ഒന്ന് അറിഞ്ഞാലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലേ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളത് അറിയുള്ളൂ. നമ്മളുടെ ഗൈഡ് ബുക്കിലുള്ള ആൻസർ നമുക്ക് എഴുതാം. ഒപ്പം തന്നെ നമുക്ക് ഗൂഗിളിലും കൂടി സെർച്ച് ചെയ്തിട്ട് എക്സ്ട്രാ പോയിന്റ്സ് കൂടി നമുക്ക് ആൻസറിൽ എഴുതി വെക്കാം. കാരണം നമുക്ക് പേജസിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കൊരു 1 സൈഡ് ആണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ 60യും 2 സൈഡ് ആണെങ്കിൽ 30 ഷീറ്റ്സ് എന്നാണ് അവർ പറയാ. എല്ലാ സ്റ്റഡി സെന്ററിന്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ജനറലി അങ്ങനെയാണ്. ചില സ്റ്റഡി സെന്റേഴ്സ് പറയും പേജസിന്റെ എണ്ണം നോക്കണ്ട എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത്തരം സ്റ്റഡി സെന്റർ പറയുന്നത്, അത് ഞാൻ പറഞ്ഞ ആദ്യമേ, അവർ പറയുന്ന സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന റൂൾസ് പോലെ നിങ്ങൾ ചെയ്താൽ മതി അസൈൻമെന്റിന്റെ കാര്യം. ഓക്കെ. ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യുമ്പോഴേ ആ. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യുമ്പോൾ മെന്റർ നമ്മൾ അറിയിക്കുമല്ലേ? അറിയിക്കും. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യുമ്പോഴും അസൈൻമെന്റ് ആൻസർ ഷീറ്റ് റിലീസ് ചെയ്യുമ്പോഴും ഒക്കെ അത് അറിയിക്കും. അപ്പൊ ഗൈഡ് ബുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എഴുതാവുന്നതുമാണ്. അസൈൻമെന്റിന്റെ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ അസൈൻമെന്റ് ഷീറ്റ് വാങ്ങി അസൈൻമെന്റ് എഴുതണം. അതും ഈ പറഞ്ഞ പോലെ ഏത് ഷീറ്റിലാന്നുള്ളതും അവരുമായിട്ട് ചോദിച്ച് കൺഫർമേഷൻ വരുത്തിയിട്ട് വേണം എഴുതാനായിട്ട്. നോർമലി A4 ഷീറ്റിലാണ് എഴുതാറ്. പക്ഷെ റൂൾഡ് ഷീറ്റ് പ്രിഫർ ചെയ്യുന്ന സ്റ്റഡി സെന്റേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളതിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതും എല്ലാ സ്റ്റഡി സെന്റേഴ്സും ആഡ് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളതിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. നിങ്ങളുടെ നമ്പറൊക്കെ റീജിയണൽ സെന്ററിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് സ്റ്റഡി സെന്റർ അവരുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അങ്ങനെ അതിലൂടെ അവർ കൂടുതൽ അപ്ഡേറ്റ്സ് തരും. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യമാണ്, ഈ സ്റ്റഡി സെന്റേഴ്സും ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കണ്ടക്ട് ചെയ്ത പോലെ തന്നെ ഉള്ള സെഷൻസ് നടത്തും. ഓറിയന്റേഷൻ സെഷൻസ് പോലെയുള്ള സെഷൻ നടത്തും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലില് മെസ്സേജ് വരും. അതായത് ഇന്ന ദിവസമാണ് അവർ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പോവാൻ നാട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യേണ്ട ഒന്നാണ് അത്. കാരണം അതിലാണ് അവർ കൂടുതലായിട്ടും ഇതുപോലെ അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളും മറ്റ് ഇഗ്നോ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നത്. അപ്പൊ അത് മിസ്സാവാതെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാം, അപ്പൊ നാട്ടിലില്ലാത്തവരുടെ കാര്യമോ? നാട്ടിലില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ചില കേസിൽ ഇവർ അതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് റെക്കോർഡിങ്സ് ചിലപ്പോൾ ഷെയർ ചെയ്ത് തരും. വീഡിയോയോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരും. എങ്ങനെ അസൈൻമെന്റ് എഴുതുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് തരും ചില കേസിൽ. ഈ പറഞ്ഞതുപോലെ ഇപ്പം സ്റ്റഡി സെന്ററിൽ പോകാൻ പറ്റാത്തവർക്ക് അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ അന്വേഷിക്കാൻ പറ്റുക? ഇന്ത്യയിൽ ഇല്ലെങ്കിൽ കോൾ ത്രൂ കണക്ട് ചെയ്ത് ചോദിക്കാം. ഇപ്പൊ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാവുന്നതാണ്. നമ്മൾ പോകണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ റൂൾസ് അറിഞ്ഞാൽ മതി. ഓക്കെ മാം. നമ്മൾ പോകണം നിർബന്ധമില്ല. ഇപ്പൊ ഈവൻ സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ അസൈൻമെന്റ് അവിടെ ഉണ്ടാവണം, നമ്മളുടെ ID കാർഡ് അവിടെ ഉണ്ടാവണം. ഒപ്പം നമ്മൾ എന്തുകൊണ്ട് അവിടെ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ലെറ്റർ ഫോർമാറ്റും കൂടിയും ഉണ്ടായി അത് നമ്മൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ മാം. പിന്നെ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ ഒരു കോപ്പി മീൻസ് ഇൻ PDF ഫോർമാറ്റ് ആയാലും കുഴപ്പമില്ല. ഫോണിൽ ഫോട്ടോ എടുത്ത് PDF ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിലും സ്കാൻഡ് കോപ്പി ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിലും ഒരു കോപ്പി നമ്മളുടെ കയ്യിൽ വേണം. അതേപോലെ തന്നെ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ അക്നോളജ്മെന്റും നമ്മളുടെ കയ്യിൽ വേണം. അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു സ്ലിപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നമ്മളുടെ അടുത്ത് സൈൻ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഒരു ഉറപ്പും കൂടി കിട്ടിയിട്ടാണ് അവിടുന്ന് പോരാൻ പാടുള്ളൂ. മാം, ഈ 35% മാർക്കല്ലേ അസൈൻമെന്റിന് മിനിമം എന്ന് പറഞ്ഞ എക്സാമിന്? പിന്നെ ഈ നമ്മുടെ ഒരു സബ്ജക്റ്റിന് അസൈൻമെന്റിന്റെ 30%ഉം ടേം എക്സാമിന്റെ 70%ഉം കൂടെ ടോട്ടൽ അങ്ങനെയാണ് മാർക്ക് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? അതായത് 35% ആണ് നമുക്ക് മിനിമം പാസ് ആവാനായിട്ട് വേണ്ട മാർക്ക്. പിന്നെ അതേപോലെ അസൈൻമെന്റിന് ഇപ്പൊ നമുക്ക് 90% കിട്ടി, 90 മാർക്സ് കിട്ടി 100-ൽ. ടേമിന്റെ എക്സാമിന് നമുക്ക് 80 മാർക്സ് കിട്ടി 100-ൽ. അപ്പൊ നമുക്ക് ടോട്ടൽ 100 മാർക്ക്, ആ പേപ്പറിന്റെ ടോട്ടൽ 100 മാർക്ക്, മൊത്തത്തിലുള്ള 100 മാർക്ക് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഈ 90-യുടെ 30%ഉം അതേപോലെ തന്നെ ഇപ്പൊ 80 ആണ് ടേമിന്റെ എക്സാമിനായിട്ട് 80-യുടെ 70%. അങ്ങനെ എടുത്തിട്ടായിരിക്കും നമുക്ക് മാർക്സ് എടുക്കാം. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ആയോ?
ഓക്കെ മാം, താങ്ക് യു. മാം ലേൺവേഴ്സിന്റെ സൈഡിൽ നിന്നാണ് നമുക്ക് ഇഗ്നോർ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യില്ലേ? നമ്മുടെ സ്റ്റഡി സെന്ററും കാര്യങ്ങളും നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ അവർ വെക്കുക. അതെങ്ങനെ അവർ ഇൻഫോം ചെയ്യുമോ? ഇൻഫോം നമുക്കൊരു യൂസർ നെയിമും ഒരു പാസ്വേഡും നമ്മളുടെ മെയിലിൽ വരും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ അല്ലെങ്കിൽ ആരെ കണക്ട് ചെയ്തിട്ടാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരോട് തന്നെ നമ്മൾ അന്വേഷിച്ചാൽ മതി. ഇപ്പൊ എ സി ത്രൂ ആണല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ എ സിയോട് പറയുന്ന സ്റ്റഡി സെന്റർ തന്നെ അവർ ചൂസ് ചെയ്ത് തരുള്ളൂ. അപ്പൊ അത് കൺഫേം ആയി കഴിഞ്ഞാൽ അതിന് ഉറപ്പ് വരുത്തും കൂടിയും വേണം. നമുക്ക് നമ്മളുടെ മെയിലിൽ അപ്പൊ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് മെയിൽ വരും. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് നോർമലി ഒരു കൺഫർമേഷൻ മെയിൽ ഇഗ്നോന്റെ ഭാഗത്ത് നിന്ന് വരാം. ആ കൺഫർമേഷൻ മെയിലിൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, ID നമ്പർ, റോൾ നമ്പർ എന്നൊക്കെ നമ്മൾ പറയും, ആ എൻറോൾമെന്റ് നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ കോഴ്സിന്റെ പേര്, നിങ്ങൾ സെലക്ട് ചെയ്ത പേപ്പേഴ്സിന്റെ പേര്, നിങ്ങളുടെ സ്റ്റഡി സെന്റർ, നിങ്ങളുടെ റീജിയണൽ സെന്റർ, അതിന്റെയൊക്കെ കോൺടാക്ട് നമ്പർ ഒക്കെ ആയിട്ട് ഒരു ലോങ് ആയിട്ടുള്ള ഒരു മെയിൽ വരും. അത് സാധാരണ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 3-4 മാസത്തിന് ശേഷമാണ് കൺഫർമേഷൻ മെയിൽ വരാറ്. അത് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കാവുന്നതുമാണ്. ഓക്കെ മാം. ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സ്റ്റഡി സെന്റർ ആയിട്ട് ഉണ്ടാവോ? സ്റ്റഡി സെന്റർ ആയിട്ട് ഉണ്ടാവില്ല. സ്റ്റഡി സെന്റർ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് വരില്ല. കാരണം ഇത്രയും ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉള്ളതല്ലേ. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് സ്റ്റഡി സെന്റർ ആയിട്ട് വരില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ആക്റ്റീവ് സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നേരിട്ട് നമ്മളതിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പൊ ആ ഗ്രൂപ്പ് വഴി അവർ അപ്ഡേറ്റ്സ് തരും. അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മെയിൽ, ഞാൻ പറഞ്ഞ പോലെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ അവർ നോട്ടിഫിക്കേഷൻ തരും, ഇങ്ങനെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ നോക്കാം. അപ്പൊ ഒരു ഐഡിയ കിട്ടും ജനറൽ ആയിട്ട്. ഒരുപാട് സ്റ്റഡി സെന്റേഴ്സിനെയൊക്കെ നമുക്ക് വിളിച്ചാലും കോള് കിട്ടാത്ത സ്റ്റഡി സെന്റേഴ്സ് ആണ് ഭൂരിഭാഗവും. അപ്പൊ ഈ വിളിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പൊ വിളിച്ചു കിട്ടിയില്ലെങ്കിലും അന്വേഷിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പോയി തന്നെ അന്വേഷിക്കാം. ഓക്കെ. ഓക്കെ, അപ്പോ നമുക്ക് എന്നാല് ആക്ഷൻ ടാസ്ക് ഡിസ്കസ് ചെയ്താലോ? ഫസ്റ്റ് സെക്കൻഡും ആക്ഷൻ ടാസ്ക് എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഫസ്റ്റ് ആക്ഷൻ ടാസ്ക് സിമ്പിൾ ആയിരുന്നു. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹോബീസും സ്ട്രെങ്ത് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക്. സെക്കൻഡ് ആക്ഷൻ ടാസ്ക് ഇഗ്നോനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അല്ലെ? ഇനിയിപ്പോ ഇന്നത്തെ തേർഡ് ആക്ഷൻ ടാസ്ക് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ആയിഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ആയിഷ മാം. താങ്ക് യു ജേഷ മാം. അപ്പോ ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എല്ലാ സെഷന് ശേഷവും നമുക്ക് ആക്ഷൻ ടാസ്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷന് ശേഷവും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്താണെന്നുള്ളത് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാം. ഓക്കെ, സോ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്ന് ഫുള്ള് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിലബസിനെ പറ്റിയും ഫുൾ നമ്മൾ എന്താണ് ഈ ഒരു ഇയറിൽ ഫുള്ള് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് BA ഇംഗ്ലീഷ് ഓണേഴ്സ് ഫസ്റ്റ് ഇയറും അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡിന്റെയും കോഴ്സുകളും സിലബസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ നമ്മളെ ആക്ടിവിറ്റി ആണ് ഇന്ന് ചെയ്യാനുള്ളത്. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് 2 പാർട്സ് ആയിട്ടാണുള്ളത്, അതായത് 2 ടൈപ്പ് ആയിട്ടാണുള്ളത്. സോ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും ഓരോ ഇയറിൽ നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് 8 കോഴ്സസ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ BA ഇംഗ്ലീഷിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതില് നമ്മൾ ആ ഓരോ സബ്ജക്ട്സും ഓരോ പ്രൊഡക്ട്സ് ആണ് നമ്മൾ വിചാരിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മളോട് ഇപ്പൊ ഒരാൾ പറയാണ് ഈ ഓരോ 8 സബ്ജക്ട്സും നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആണ് ആൻഡ് ആ പ്രൊഡക്ട്സ് നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരികയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യുക? അതായത് ആ ഒരു പ്രൊഡക്റ്റിന് ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ടാഗ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന പോലെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് എടുത്തിട്ട് ഒരു 30 സെക്കൻഡ്സ് മതി. അങ്ങനത്തെ ഒരു 30 സെക്കൻഡ്സിന്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് ഷെയർ ചെയ്യാം. ആൻഡ് ഇപ്പൊ ടാഗ് ലൈൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ഫേമസ് ബ്രാൻഡ്സ് എടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൈക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുത്ത് നമുക്കറിയാം അവരുടെ ഒരു ടാഗ് ലൈൻ ആണ് ജസ്റ്റ് ഡു ഇറ്റ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടാഗ് ലൈൻ ആണ് തിങ്ക് ഡിഫറെന്റ്.
അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഫുഡ് ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ വി ഹാവ് മെക്ഡൊണാൾഡ്സ്. ഇപ്പൊ മെക്ഡൊണാൾഡ്സിന്റെ പിന്നെ സ്ലോഗൻ എന്താണ് വരുന്നത്? ഐ എം ലവിങ് ഇറ്റ്. അപ്പൊ അതുപോലെ ഓരോ സബ്ജക്ട്സും ഓരോ പ്രൊഡക്ട്സ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതെങ്ങനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, അതൊരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു സ്ലോഗൻ കണ്ടുപിടിച്ചിട്ട്, സ്ലോഗൻ അല്ലെങ്കിൽ ടാഗ് ലൈൻ കണ്ടുപിടിച്ചിട്ട് അത് ഒരു വീഡിയോ ആക്കി ഷൂട്ട് ചെയ്തിട്ട് നമുക്കൊരു 30 seconds മതി ഓരോ കോഴ്സിനും. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം മെന്റേഴ്സിന് അയക്കാം. ആൻഡ് സെക്കൻഡ് ടാസ്ക് എന്താണ് വരുന്നത് എന്ന് വെച്ചാല് നമ്മൾ ഇമാജിൻ ചെയ്യുക, അതായത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ടീച്ചർ ആവാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു സബ്ജക്ട് ഫസ്റ്റ് ഇയറിൽ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുക ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ടീച്ചർ ആണെന്ന് വിചാരിക്കുക ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഇയറിലെ 8 കോഴ്സസും പഠിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇതിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുക ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കോഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്നത്തെ ആക്ഷൻ ടാസ്ക്. അപ്പൊ അടുത്ത ഓറിയന്റേഷൻ സെഷന് മുന്നേ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ആക്ഷൻ ടാസ്ക് ഡിസ്കസ് ചെയ്തതിൽ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടോ ആക്ഷൻ ടാസ്ക് റിലേറ്റഡ് ആയിട്ട്? ഐ ഹോപ്പ് ആക്ഷൻ ടാസ്ക് ക്ലിയർ ആണ് എന്നുള്ളത്. മാം ഒരു മിനിറ്റ് മാം, ആ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് വോയിസ് ക്ലിപ്പ് ആയിട്ടാണോ അയക്കേണ്ടത് അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാണോ? സെക്കൻഡ് ക്വസ്റ്റ്യന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി, ടെക്സ്റ്റ് ആയിട്ട് അയച്ചാൽ മതി. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ആണ് വീഡിയോ ആയിട്ട് അയക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. അപ്പോ അങ്ങനെയാണെങ്കിൽ ആക്ഷൻ ടാസ്കിന്റെ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അങ്ങനെയാണെങ്കിൽ വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദി സെഷൻ. അപ്പൊ നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓറിയന്റേഷൻ സെഷന്റെ 3rd സെഷൻ ആയിരുന്നു. സിലബസ് ഡീകോഡിംഗ്, ടൈം ടേബിൾ ലോഞ്ചിങ് ആൻഡ് കോർ റിസോഴ്സസ് ഫോർ ലേണിംഗ്. വിത്തൗട്ട് മെന്റർ കോഴ്സ് എടുത്തവർക്ക് ടാസ്ക് ചെയ്യാം, ടാസ്ക് എല്ലാവർക്കും ചെയ്യാം, നമ്മുടെ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനാണല്ലോ. സോ വിത്തൗട്ട് മെന്റേഴ്സ് എടുത്തവർക്കും ടാസ്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിലബസ് ഡീകോഡിംഗ്, ടൈം ടേബിൾ ലോഞ്ചിങ് ആൻഡ് കോർ റിസോഴ്സ് ലേണിംഗിനെ ഒക്കെ പറ്റി ഡിസ്കസ് ചെയ്യാനായിരുന്നു. സോ ഇന്ന് നമുക്ക് ജയ്ഷ മാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വി ഹാഡ് മുബീന മാം ആൻഡ് ദുർഗ മാം ഫ്രം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലും എല്ലാവരുടെയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് സിലബസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് തന്നെയാണ് ഇംഗ്ലീഷിലുള്ളത്. സോ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ടുഡേസ് സെഷൻ ആൻഡ് ഐ ഹോപ്പ് യു ഹാഡ് എ ഗ്രേറ്റ് ടൈം. ആക്ഷൻ ടാസ്ക് ഇംഗ്ലീഷ് ഓർ മലയാളം? ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഓരോ സബ്ജക്ട്സ് ഇംഗ്ലീഷിൽ തന്നെയാണല്ലോ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ടാഗ് ലൈൻ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ ചെറിയ രീതിയിൽ മതി. ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യേണ്ടത് വേണ്ട. സ്ലോഗൻസ് അല്ലെങ്കിൽ ടാഗ് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്ട്സിനും ഓരോ ടാഗ് ലൈന് വെക്കുക ആൻഡ് എന്നിട്ട് അതൊരു വീഡിയോ രീതിയിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയേണ്ടത്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ റിഗാർഡിംഗ് ആക്ഷൻ ടാസ്ക്? ആപ്പിൽ PDF ഡൗൺലോഡ് ഓപ്ഷൻ ഇല്ല. നമുക്ക് ഓൾറെഡി ജയ്ഷ മാം പറഞ്ഞു നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് SLM മെറ്റീരിയൽസ് ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എല്ലാ SLM മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. സോ ഐ ഹോപ്പ് ഇന്നത്തെ സെഷൻ ക്ലിയർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നിവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഇനിയും ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഓറിയന്റേഷന്റെ സെഷൻ 3 ആണ്. നമുക്ക് ടോട്ടൽ 10 സെഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ സെഷനിൽ ജോയിൻ ചെയ്ത പോലെ തന്നെ ഇനിയുള്ള എല്ലാ സെഷനിലും മിസ് ആവാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് എവ്രി വൺ ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്.